പി ജയചന്ദ്രന് ആദരമൊരുക്കിയ മധുര ഓർമ്മകളിലാണ് ഒമാനിലെ മലയാളി പ്രവാസി സമൂഹം. പാട്ടിന്റെ വഴിയിൽ 50 ആണ്ട് പിന്നിട്ടപ്പോഴായിരുന്നു ഭാവഗായകന് മധുരമെൻ മലയാളം എന്ന പേരിൽ ഗൾഫ് മാധ്യമം മസ്കത്തിൽ ആദരമൊരുക്കിയത്. 2015 ഡിസംബറിലാണ് മസ്കത്തിലെ ഗുറം സിറ്റി ആംഫി തിയേറ്ററിൽ ഭാവഗായകന് ആദരമൊരുക്കിയത്. പാട്ടിന്റെ വഴിയിൽ 50 ആണ്ടിന്റെ ചെറുപ്പത്തോടെയും പ്രസരിപ്പോടെയും പ്രിയ ഗായകൻ അരങ്ങിലെത്തിയപ്പോൾ ഒമാനിലെ മലയാളി സമൂഹത്തിന് എന്നെന്നും ഓർമ്മിക്കാനുള്ള കലാരാവായി അത് മാറി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മുതൽ അക്കാലത്ത് ഹിറ്റായ എന്ന് നിന്റെ മൊയ്തീനിലെ ശാരദാംബരവും അദ്ദേഹം വേദിയിൽ ആലപിച്ചപ്പോൾ മസ്കത്തിലെ മലയാളി സമൂഹം വലിയ കരഘോഷത്തോടെയാണ് വരവേറ്റത്. പാട്ടിന്റെ സഹയാത്രികനായി തുടരുമ്പോഴും 20ഓളം വർഷമായി സിനിമ പൂർണ്ണമായി കണ്ടിട്ടില്ലെന്ന് അന്ന് അദ്ദേഹം വേദിയിൽ പറഞ്ഞത് കാണികൾക്ക് കൗതുകമായിരുന്നു. പുതിയ സിനിമകൾക്ക് തിരക്കഥാബലം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഷീലയെയും ശാരദയെയും പോലെ കരുത്തുറ്റ അഭിനേത്രികൾ സംഭവിക്കാത്തതും തിരക്കഥയുടെ ബലക്കുറവ് കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലയാളിയുടെ ഗാനശേഖരത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത നിരവധി പാട്ടുകൾ പ്രിയ ഗായകൻ മസ്കത്തിലെ മലയാളി സമൂഹത്തിനായി ആലപിക്കുകയും ചെയ്തു. ജയചന്ദ്ര ഗാനങ്ങൾ കോർത്തെടുത്ത് രൂപരേവതി വയലിനിൽ ഗാനാഞ്ജലിയും അവതരിപ്പിച്ചിരുന്നു. മീഡിയ 1 മസ്കത്ത്.